വൈകിട്ടൊരു ഇത്തിരി നേരത്തെ വരണം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ? ഓ, മെയ് 19 സഖാവ് നായനാരുടെ ചരമവാർഷികം അല്ലേ? അല്ല, എന്റെ ഒരു ദരിദ്ര സഖാവ് ജനിച്ച ദിവസം കൂടിയാ. അത് സിനിമയ്ക്കല്ലേ? ബസ്സിൽ പകുതി ടിക്കറ്റ് ഉണ്ടല്ലോ, അവൻ അത് മതി. ഓ, 1000-ന്റെയോ? ഈ കാലത്ത് തന്നെ 1000 രൂപയ്ക്ക് ഞാൻ എവിടെ ചേഞ്ചിന് പോവാനാ? ഇല്ലെങ്കിൽ അത് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചാ? കയ്യിൽ 10 നോട്ടൊന്നും ഇല്ലേ? ഇല്ല, 10 നോട്ടില്ല. കാലത്ത് തന്നെ ഈ ബസ്സിലൊക്കെ കയറുമ്പോ ചില്ലറായിട്ട് കയറണം. എല്ലാരും വലിയ നോട്ട് കൊണ്ടുവന്നാ ഞാനെന്ത് ചെയ്യാനാ? ഇല്ലാത്തോണ്ടല്ലേടോ. 10 രൂപ ചില്ലറ ഇല്ല എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും. ആരെങ്കിലും ചേച്ചിക്ക് ഒരു 10 രൂപ എടുത്തേ. എന്നാ പിന്നെ തനിക്ക് തന്നെ അങ്ങോട്ട് കൊടുത്തൂടെ? അല്ലാതെ അയാൾ മറ്റുള്ളവരോട് ചോദിക്കണം. 10 രൂപ വന്നിട്ട് ഇറങ്ങുമ്പോ കൊടുത്താൽ മതി. നമ്മുടെ 3-ാം വാർഡിലെ ഗോപാലിന്റെ കക്കൂസിന്റെ കാര്യല്ലേ, അത് ഞാൻ റെഡിയാക്കാം. നാളെ ഞാൻ തിരുവനന്തപുരത്ത് പോകണ്ടേ. നമ്മുടെ പാർട്ടി ഇവിടെ 8 നില പൊട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഉറച്ച സീറ്റല്ലേ ഇവിടെ ഗ്രൂപ്പ് കളിച്ച് കളഞ്ഞത്. ഈ സീറ്റ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പുഷ്പം പോലെ ജയിച്ചേനെ. അതെങ്ങനെയാ? തരില്ലല്ലോ, ഞാൻ ആയി പോയില്ലേ. ചേട്ടനെ ഏറണ്ടേ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും. തിരക്കില്ലാത്ത നന്നായി. ചൂടേ 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ കോളേജ് പിള്ളേര് കയറും. അപ്പൊ ചൂട് കൂടും. കോളേജ് അവധിയാണ്.
കുറച്ച് ദിവസമായി ഞാൻ അച്ഛനോട് പറയുന്നു. ഷൈനിയുടെ അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യം എല്ലാവരും സ്കൂളിൽ നിന്ന് സഹായം കൊടുത്തു, ഞാൻ മാത്രമൊന്നും കൊടുത്തില്ല. ഇരുപതാം തീയതി സ്കൂളിൽ നിന്ന് ഫണ്ട് കൈമാറുന്നത്. 20 മറ്റന്നാൾ എത്രയാ? അപ്പൊ അതും മറന്നല്ലേ? എല്ലാവരും 100, 200, 300 ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ ഷൈനി. കുറഞ്ഞതൊരു 500 കൊടുക്കണ്ടേ? നാളെയെങ്കിലും തരണേ. കേട്ടോ എന്താടാ മുഖത്തൊരു സന്തോഷം? വല്ല കോളും അടിച്ചാ? നോക്ക്. ഇത് എവിടെ നിന്ന് അടിച്ചടാ? ഇന്നലെ രാത്രി ആ ചായക്കട മുന്നിൽ നിന്നാ. കണക്കൊക്കെ പിന്നെ പറയാം. ഒരു 750 കിടതാ. എടാ ഇത് ഇവിടുത്തെ സൈക്കിൾ തന്നെയാണ്. ഇന്നലെ രാത്രി ആ സുധീഷ് എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ വിളിച്ചു പറഞ്ഞ് കളവ് പോയിന്ന്. കാശും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിതായിരിക്കില്ല, എല്ലാ സൈക്കിളും ഇതുപോലല്ലേ. ചേട്ടാ കാശെടു. നീ ഒന്ന് പോയടാ. അവനെ നിനക്ക് അറിയില്ലാട്ടാ. നല്ലോണം നിന്ന ഒരു ഉപകാരിയാണ്. മറിച്ചായ പണി കിട്ടുവേ. ഞാനെങ്ങാനത് എടുത്തെന്നറിഞ്ഞ എനിക്കും നിനക്ക് നല്ല സുഖമായിരിക്കും. നീ വേഗം സ്ഥലം വിട്ടേ. പൊക്കോടാ. മെഡിക്കൽ ഷോപ്പിൽ ക്രോസിംഗ് വിൽക്കാൻ വന്നേക്കണം. 20-ാം തീയതി സ്കൂളിൽ നിന്ന് ഫണ്ട് കൈമാറുന്നത്. കുറഞ്ഞതൊരു 500 കൊടുക്കണ്ടേ? പേഴ്സ് ഓ പേഴ്സ് പുറത്തേക്ക് കണ്ടില്ല. മുരുകക്ഷേത്രം ഭഗവാനേ. അവിടെ കുടിക്കാനാ? ചില്ലറയില്ല. എടോ എല്ലാവർക്കും ഇതാ കൊടുക്കണേ. എടോ ചില്ലറയില്ല, എല്ലാരും വാങ്ങണ ഇതാ. 1 രൂപയുടെ മിഠായിയ. പറഞ്ഞിട്ട് കാര്യമില്ലല്ല, പൊട്ടനല്ലേ. എവിടുന്ന് വന്നടാ? ഇവനൊക്കെ തൊണ്ടയും ചെവിയും കൊടുത്തെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയേനെ. പിശുക്കൻ.
നിന്നോട് ആരാ അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ? എന്താടേ, എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലേ? എന്താ തരുന്നേ? അതിപ്പോ നിന്നോട് പറഞ്ഞ ഞാൻ വെച്ച് ഫയർ ഓർഡർ ചെയ്യും. അങ്ങോട്ട് മാറി. എന്താണോ ഓക്കെ അല്ലേ? ശരിയായില്ലേ? എന്തു പറ്റി? താൻ ആരെ ഏൽപ്പിച്ചേ? താൻ എന്തായി പറയണത്? കീറി കളഞ്ഞു? പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഏറ്റത്? അതിന്റെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ. ബാങ്കിന്റെ അടുത്ത് ആ പോസ്റ്റർ വരണത് വളരെ അത്യാവശ്യമായി. അത് പോട്ടെ, വേറെ വഴി കണ്ടേ പറ്റൂ. എന്താ സാർ? നീ അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് വാ. ഇന്നത്തെ ലോക്കർ ചെക്കിംഗ് നടക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയേ പറ്റൂ. സാർ ഞാൻ വേറെ തിരക്കില്ല. എന്ത് തിരക്ക്? നീ ആ പോസ്റ്റർ ഇട്ടിട്ട് വല്ല കുഴപ്പമുണ്ടോ? നീ വരും, വന്നേ പറ്റൂ. ശരി. നാശം. ആവശ്യ സമയത്ത് കാറുമില്ല, ഒരു സാധനത്തിനെ കൊണ്ടൊരു ഉപകാരമില്ല. ചാമിറ്റ്. ഓട്ടോ ഓട്ടോ ഓട്ടോ, നീക്ക് എവിടെ പോടാ? എടോ, ഞാൻ കറക്റ്റ് ടൈമിന് എവിടെ ഉണ്ടാവും. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. എടോ, ഞാൻ ഇന്നലെ ഒരു പരിപാടി പൊളിഞ്ഞു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇതെത്ര കണ്ടതാ. താനേ ഫോൺ വെച്ചിട്ട് സാധാരണ പോലെ ബാങ്കിലേക്ക് വാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മക്കളോ ഫോൺ. തന്നോടല്ലേ പറഞ്ഞ് ഞാൻ എത്തിക്കോളാന്ന്. തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എത്ര പ്രാവശ്യം പറയണം തന്നോട്. ഇനി താൻ എന്നെ വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരണ്ടാന്ന് നോക്കിയോ? മനസ്സിലായോ? വക്കണോ ഫോൺ. ആഹാ, ഒരു ജഡ്ജി മൂല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മത്സരമൊക്കെ ആയിരുന്നു. ഇത് മിക്കവാറും ഞങ്ങൾ തന്നെ മാർക്കിടേണ്ടി വരും. എടോ, പണയാഭരണങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് എടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊന്നുമല്ല. അതല്ല ഒറ്റ ദിവസം കൊണ്ട് തിരികെ വെക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. തനിക്ക് പേടിയാണെങ്കിൽ താൻ നാളെ വരണ്ട, ഞാൻ നോക്കിക്കോളാം. മാനേജറോട് ചോദിച്ചിട്ടല്ലോ തന്നോട് ചോദിക്കുള്ളൂ. ഒന്നും അറിഞ്ഞിട്ടല്ലോ നാളത്തെ വിസിറ്റ്. എല്ലാം തുറന്നു പറയാനുള്ള ചങ്കൂറ്റൊന്നും അവനില്ല. അപ്പം ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു സാധാ വിസിറ്റ്. അത് വഴി തിരിച്ചു വിടാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടോ, നാളത്തെ ചർച്ച മുഴുവനും ആ ഡെപ്യൂട്ടി മാനേജറുടെയും അക്കൗണ്ടന്റിന്റെയും വഴിവിട്ട ബന്ധങ്ങളായിരിക്കും. എന്തേ പേടിച്ചോ? ആ ഗീതയുടെ ഹസ്ബൻഡ് ഒരു ചൂടനാ, നല്ല വെള്ളം. അവൻ നാളെ കറക്റ്റ് ടൈമിന് ബാങ്കിലെത്തും. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. നാളെ ലോക്കർ ചെക്കിംഗ് നടക്കാതിരുന്നാ പോരെ? അത് ഞാൻ ഏറ്റു. കുറെ നാളായിടോ ഈ പണി തുടങ്ങിയിട്ട്. താൻ വച്ചേ, ഞാനിത് ഒട്ടിക്കാനുള്ള ആളെ നോക്കട്ടെ. നീ അത്യാവശ്യമായിട്ടൊരു പണി ചെയ്യണം. നീ ചെയ്യണ്ട, ആരെങ്കിലും അറേഞ്ച് ചെയ്താൽ മതി. ആ, ആരിരുന്ന് കളിക്കടാ. നോടക്കണം ഒഴിക്കാൻ വേണ്ടി വണ്ടി ഉരുട്ടി കളി. ആ, നീ എത്തിയോ? എന്താ സാർ കാര്യം? ഇതാ ഒരല്പം ചീഞ്ഞ കളിയാ, വേറെ നിവൃത്തിയില്ല. നിനക്കറിയാലോ എൻ്റെ റോളിങ്സ്. റിയൽ എസ്റ്റേറ്റിൽ ക്യാഷ് വേണം. അത്യാവശ്യം വരുമ്പോൾ
ബാങ്കിലെ പണയം കൊടുത്ത് ഞാൻ അത് ആരും അറിയാതെ ഒന്നും മറയ്ക്കും. ചാവി ഹോൾഡറും ഞാനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാ. ഡെപ്യൂട്ടിമാർക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നെ പേടിയാ, പുറത്ത് പറയില്ല. നാളെ ഹെഡ് ഓഫീസിൽ നിന്നൊരു വിസിറ്റ് ഉണ്ട്. അയാളുടെ സൈലന്റ് പ്ലേ ആണോ എന്നൊരു ഡൗട്ട്. നാളെ വിസിറ്റ് ഉണ്ടായാൽ ചർച്ചയൊന്ന് വഴിമാറണം, അത്രേ ഉള്ളൂ. ഈ പോസ്റ്റർ ഒട്ടിക്കലുണ്ട്, അത് നടക്കൂ സാർ? അതുറപ്പില്ല. ബാങ്കിലും വീടിന്റെ പരിസരങ്ങളിലും ഇത് കണ്ട ഗീതയുടെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ബാക്കി എനിക്കറിയാം. എത്ര എണ്ണം ഉണ്ട്? അതൊരു 100 എണ്ണം കാണും. 3-4 രൂപയുള്ളൂ ഒന്നിന്. നമ്മൾ 10 രൂപ വെച്ച് കൊടുക്കും. ആളെ കിട്ടിയോ? പുറത്തുണ്ട്, വിളിക്കണോ? ഏയ്, അതൊക്കെ നീ ഡീൽ ചെയ്താൽ മതി. എന്നാ 200 അഡ്വാൻസ്, ബാക്കി പണി കഴിഞ്ഞിട്ട്. ബാക്കി 800-ന് വേണ്ടി ഞാൻ വീണ്ടും വരണോ? കാശ് വേണ്ടി വരണ്ടാ, പണിയെടുക്കാതെ കാശ് എന്തിനാ? പറഞ്ഞ കാശ് ഞാൻ നിനക്ക് എപ്പോഴും തരായിരുന്നുണ്ടോ? ചെന്ന് പണി തീർക്കടാ. ഒട്ടിച്ചു കഴിഞ്ഞാൽ വിളിക്കണം. നോക്കി ചവിട്ട്. എന്താണിത്? ചാകാനായിട്ട് ഇറങ്ങും, വണ്ടിക്ക് വട്ടം ചാരനോടാ. എവിടെ നിന്ന് വരണടാ കുറ്റിയും പറിച്ച്? ആ പിറകിലേക്ക് അങ്ങനെ പോ. ആ പോടാ. ഈ പിള്ളേർക്കൊന്നും കണ്ണു നോക്കൂലെന്നേ, ചവിട്ടിയിട്ട് കിട്ടിയതാണ്ട് ഭാഗ്യം. ടിക്കറ്റ് എവിടേക്കാ? ഇതാ നിന്നോടാ ചോദിച്ചത്. ടൗണിലേക്കാ. ടൗണിലേക്കാ? ഏത് ടൗണിലേക്ക്? പറവൂർ. ചെറായി. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കണ്ടാ. ഈ പോസ്റ്റർ ഒട്ടിക്കലുണ്ട്, ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് മാറ്റി പിടിച്ചൂടെ? എന്താടാ, സ്കൂളിലെ കൂട്ടുകാരുടെ മുന്നിൽ നിനക്ക് നാണക്കേടുണ്ടോ ഇത് പറയാൻ? ഏയ് ഒന്ന് പോവച്ചാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെന്താ? ഈ ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഉള്ളപ്പോ ഇനി എത്ര കാലം ഈ പോസ്റ്ററിനൊക്കെ ആയുസുണ്ട്? എടാ, ഇന്ത്യയിലെ ജനസംഖ്യ എത്രയെന്നറിയോ? അതിൽ ഭൂരിപക്ഷം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. വെറും 34% പേരെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരായിട്ടുള്ളൂ. ഈ ദാരിദ്ര്യമൊക്കെ നിലനിന്നാലല്ലേ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നേതാക്കന്മാരൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പോസ്റ്ററുകൾക്കും ആയുസ്സുണ്ടാവും. പിന്നെ നീ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റുകാരനും സിനിമാ പോസ്റ്റർ കണ്ടാലൊന്ന് നിന്ന് നോക്കും. അത് ശരിയാ. അടുത്ത ഒരു 25 കൊല്ലത്തേക്ക് ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോണേ. പിന്നെ നിന്റെ കാലത്ത് നീ ഇത് ചെയ്യണ്ട, പഠിച്ചു വലിയ ജോലിക്കാരനാവാന്നോ. നോക്കട്ടെ. മോന പശപാത്രം എടുക്ക, അച്ഛൻ ഇവിടെ നിന്ന് തുടങ്ങാം. ദേടാ അങ്ങോട്ട് നോക്കി, ഇതുവരെ കാണാത്ത കക്ഷിയാണ്. നമ്മുടെ സ്ഥലത്ത് നമ്മളറിയാത്ത ഒരാളോ? എന്താടാ അയാൾ ചോദിച്ചത്? അയാളുടെ പശപാത്രം താഴെ വീണു, കുറച്ച് പശ കൊടുക്കുമെന്ന് ചോദിച്ചതാ. അപ്പൊ പരിചയമില്ലാത്തവനാ. അപ്പൊ പശ കൊടുക്കട്ടെ അച്ഛാ? നീ പോയി പോസ്റ്റർ ഒട്ടിച്ചടാ, അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. പശ കൊടുക്കാൻ പോലും ഇവനൊക്കെ ഇത് സ്ഥിരമാക്കിയാലേ നമ്മുടെ കഞ്ഞൂടിയാ മുട്ടണത്. ഒരല്പം കൊടുക്കാം അച്ഛാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അവൻ നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നു. എടാ, നിനക്ക് പണിയില്ലേ? ഇതൊക്കെ എടുത്തോണ്ട് ഒട്ടിച്ച. ഓ പോയാ, നീ ആ പശയൊക്കെ എടുത്തോണ്ടോ? നമുക്ക് അപ്പുറത്തോട്ട് ഒട്ടിക്കാം. ഇന്നത്തെ കാലത്ത് ഒരുത്തനും ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല. ഡെപ്യൂട്ടി മാനേജറുടെയും അക്കൗണ്ടന്റ് ഗീതയുടെയും അവിഹിത ബന്ധം അവസാനിപ്പിക്കുക. അവന്റെ ഒരു പോസ്റ്റർ, ഊരും പേരും ഇല്ലാത്തൊരു പോസ്റ്ററും കൊണ്ട് ഇറങ്ങിയിരിക്കുക അതിനകത്ത്. അതും കുറെ ഉണ്ടല്ലോ. തുണി ഇറങ്ങിയിരിക്കുക മറ്റുള്ളവന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചേ?
ഇത് നമ്മുടെ സ്ഥലമാണ്. സ്ഥിരമായിട്ട് നമ്മളല്ലേ ഇവിടെ ഒട്ടിക്കണത്. അത് മാത്രമല്ല, അതൊരു തന്തയില്ലാത്ത പോസ്റ്റർ. എത്ര വൃത്തിയുടെ സിനിമകൾക്ക് അച്ഛൻ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നേ? അതെന്റെ ജോലിയാ. അയാൾക്ക് ഇതൊരു ജോലിയല്ലേ? ആരോടെങ്കിലും അയാളും കാശ് വാങ്ങിയിട്ടുണ്ടാവൂലേ? ഇത് ഒട്ടിക്കുന്ന കാശ് കൊണ്ട് നാളെ അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ? പിന്നെ അച്ഛനും ഒട്ടിക്കണ്ട. ഇത് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് കഴിയാൻ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മതി പരസഹായം. നിനക്കൊക്കെ 4 നേരം വിഴുങ്ങണമല്ലോ. അത് എവിടെ നിന്നാണ്? കളർഫുൾ ആണല്ലോ മൊത്തം. ഈ ചാക്കൂട്ടുണ്ട് പെമ്പിള്ളേർ എങ്ങനെയാ നടക്കുന്നേ? ഓരോരോ ഫാഷൻ. ഓരോ ജനറേഷനും മാറ്റണ്ടാവില്ലേ? 60കളിലെ 70 വയസ്സുകാരന്റെ മനസ്സാണോ ഇപ്പൊ നിങ്ങൾക്ക്? പിന്നെ ഈ ടീനേജേഴ്സിന്റെ കാര്യം എന്ത് പറയാനാ? മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം, അത് മതി. വിമൻസ് കോളേജിലെ ടീച്ചറാ ക്ലാസ് മുറികളിൽ ക്യാമറ വെക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോൾ എതിർത്തവരാ. നമ്മുടെ കലാമിന്റെ ശിക്ഷയാ. അപ്പൊ വീഴ്ച കൂട്ടും. അത് വീര്യല്ല കേട്ടോ, വിവേക. അതും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഫസ്റ്റ് മാത്സ്, ഫിസിക്സ്, ബയോളജി. ഈശോ വിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്കിറങ്ങാൻ നോക്കൂല. പിന്നെ ബൈ ബൈ. എന്തോ സീനാണല്ലോ. അയ്യോ എന്റെ ഫോൺ. ആ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്ന മൊത്തം ബ്ലോക്കാ. എടാ സൈഡ് പിടിച്ച് കയറി പോകാൻ പറ്റും നോക്കിയേ. ആരാന്നൊന്നും അറിയില്ല, മൊത്തം ചെവി ചോരയൊക്കെ ഇടക്കേ. നോക്കിയെടുക്കടാ. $5 ലക്ഷം ഒരുമിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ കുറേശ്ശെ ചോദിച്ചു നോക്കാം. ഒരു അത്യാവശ്യത്തിന് കാശ് ചോദിച്ചാൽ മുടിഞ്ഞ പലിശയായിരിക്കും. ബ്ലോക്കിലൊന്നും ആരും ഇപ്പൊ കാശ് കൊടുക്കുന്നില്ല. പിന്നെ ഡെയിലി കളക്ഷനിൽ കിട്ടും. അത് നമുക്ക് പറ്റില്ലല്ലോ. ഏയ് അത് വേണ്ട. ഡെയിലി തിരിച്ചടക്കലൊന്നും നടക്കില്ല. മാസപ്പലിശ നടന്നിട്ടല്ല. പക്ഷേ ഇത് വെള്ളിയാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പറ്റിയ വലിയൊരു ആശ്വാസമായിരുന്നു. അമ്മാവന് കൊടുക്കാനുള്ളതാണ്. ആര്? അമ്മാവന് കൊടുക്കാനുള്ളതാ. ചേട്ടൻ ഡയറക്ടർക്ക് ഇന്നലെ രാത്രി കുറെ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്.
ഞാൻ പോയിട്ട് വരാം. പ്രസിലെ ഉണ്ണിയേട്ടനെ ഇടയ്ക്ക് ക്യാഷ് തന്ന് സഹായിക്കുന്നത്. അതാ ഇവിടെ കയറിയത്. രക്ഷയില്ല. ചെക്ക് മാത്രം വെച്ച് ക്യാഷ് തരാൻ പറ്റില്ലെന്നാ പറയുന്നത്. നമുക്ക് വേറെ നോക്കാം. വാ. ആ, അത് ഞാൻ നോക്കിയോളാം. നീ ഫോൺ കട്ട് ചെയ്യ്. ആ, എന്തോ പ്രശ്നമാണല്ലോ. ഒരു ടീം എൻ്റെ പുറകെ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാ. ഇവനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റും. വരുന്നിടത്ത് വെച്ച് കാണാൻ ചേട്ടാ. എനിക്ക് ഇപ്പോഴും അത്ഭുതമാ, നീ എങ്ങനെ ഈ അടിപിടി കേസിലൊക്കെ പെട്ടത്? ഇന്നേക്ക് 4 ദിവസമായി ചേട്ടൻ്റെ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് വരാൻ തുടങ്ങിയിട്ട്. 5 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞ് വഴി നിന്നിരുന്ന ചേട്ടനെ കണ്ടപ്പോൾ ഒരു സങ്കടം. ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ചേട്ടന് ഇത്രയും കട എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് നാട്ടിൽ ഒരുപാട് കഥകളുണ്ട്. ഇതിൻ്റെയൊന്നും സത്യന്യായമൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എടാ, ഞാൻ ഉദ്ദേശിച്ചത്... ഓ, അതെനിക്ക് മനസ്സിലായി. ആരെയും ദ്രോഹിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടൻ ഇപ്പോൾ വലിയ കടക്കാരനും കുഴപ്പക്കാരനും. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ? സുധീഷ്, ഞാനിങ്ങനെ ആയതിന് ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാം കാലത്തിന് തമാശയല്ലേ. 28 വയസ്സ് വരെ ജാതദോഷമാണെന്നാ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല കാല. അപ്പോ നീയും ഇതൊക്കെ നോക്കാറുണ്ടല്ലേ? ആ, നിന്നെ കാണാനില്ലല്ലോ. ചേട്ടാ, ഞാനൊരു അല്പം തിരക്കില്ല. ഓ, നീ ഇപ്പൊ 1000 ഏക്കറിന് 2000 ഏക്കറിനെ പുറകെയാണല്ലേ. എടാ, നടക്കണ കച്ചവടം വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. വല്ല 2 സെന്റോ 5 സെന്റോ ഉണ്ടെങ്കിൽ എളുപ്പം പോവും. പിന്നെ അന്ന് നീ കാണിച്ചെന്ന വസ്തുവിന്റെ മുന്നാധാരം ഒപ്പിക്കടാ. വാങ്ങാൻ ആളിവിടെ ഉണ്ട്. ഞാൻ എത്ര സ്ഥലം കാണിച്ചു തന്നതാ, ഒന്നും നടന്നില്ലല്ലോ. നിനക്ക് സ്ഥലവും കാണിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എടാ, കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടക്കണം, മുഷിയണം. ആ, പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ആ, നീ വിട്. ഇയാൾ ആളൊരു തിരക്കടയാ. ആണോ? ചേട്ടൻ കാണിച്ച സ്ഥലം ഇയാൾ കച്ചവടം ആക്കിയിട്ടുണ്ടാവും. കമ്മീഷൻ വിധിക്കുമ്പോൾ ചേട്ടനെ മറക്കും. എനിക്കറിയാം ഇയാളെ. ഞാനിപ്പോ വരാം. മെയ് 19. എന്തായി? 3 ലക്ഷം തരാന്ന് പറഞ്ഞു. ചെക്ക് മാത്രം പോരാ, ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അത് സാവധാനം കൊടുത്താൽ മതി. കൊടുക്കാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആ, നാളെ ചെറായി ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞേ. നമുക്ക് പോവാം. കാര്യങ്ങളൊക്കെ ഓക്കെ ആവണമെങ്കിൽ മറ്റന്നാ ക്യാഷ് കിട്ടും. ആശ്വാസമായി. ബാക്കി 2 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, അത് നമുക്ക് ശരിയാക്കാം. എന്താ അവിടെ ബോർഡ് നോക്കി നിന്നത്? നാളെ എൻ്റെ ബർത്ത്ഡേ. ആഹാ. പ്രേമിച്ചിരുന്നപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ ബർത്ത്ഡേക്ക് അവളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, എൻ്റെ വക ഒരു ചെലവും. അപ്പോ നാളെ ചെലവുണ്ടാവും അല്ലേ? അവളത് മറന്നിട്ടുണ്ടാവും. പിന്നെ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തപ്പോൾ ചെലവ് ചെയ്യുന്നത് എങ്ങനെയാണോ? ഞാനത് അവളെ ഓർമ്മിപ്പിക്കണില്ല. കാശ് വേണമെങ്കിൽ 500 ഞാൻ തരാം കേട്ടോ. ഹേയ്, അത് വേണ്ട സുധീഷ്. സ്വന്തമായി അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ചെലവ് ചെയ്യുമ്പോഴല്ലേടോ ഒരു സുഖം. ചേട്ടാ, എനിക്ക് വേണ്ട. പ്രസിലെ ഉണ്ണിയേട്ടനെ ഞാൻ ഒന്നുകൂടെ പോയി കാണാം. ബാക്കി 2 കൂടെ വേണ്ടേ? ഇതുപോലൊരു പ്രസ്സിലായിരുന്നു എൻ്റെയും തുടക്കം. അതിൻ്റെ കൂട്ടത്തിൽ പല കലാപരിപാടികളുണ്ടായിരുന്നു.
പലരും കാശ് തന്നേപ്പിക്കും, ഞാനത് പലർക്കും പലിശയ്ക്ക് കൊടുക്കും. 1 രൂപ പോലും ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരു നാടക സമിതിക്ക് വേണ്ടി കാശ് മുടക്കാൻ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാനൊരു ടീമിൻ്റെ കാശെടുത്ത് മറിച്ചു. തിരിച്ചു വയ്ക്കാമെന്നായിരുന്നു ധാരണ. നടന്നില്ല. സമിതി ഒരു സ്റ്റേജ് പോലും കണ്ടില്ല. പലിശ ഞാൻ കൊടുത്തു തുടങ്ങി. അവിടുന്ന് തുടങ്ങി എൻ്റെ കാലക്കേട്. എന്ത് തുടങ്ങിയാലും പൊളിയും. പലിശ കൊടുക്കാൻ പലിശയ്ക്ക് എടുത്തു തുടങ്ങി. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. കടത്തിന്റെ കണക്കെടുക്കാൻ തന്നെ പേടിയായിരുന്നു. അതിനിടയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അനുവും ജീവിതത്തിലേക്ക് വന്നു. അവൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കാശെടുത്ത് മറിച്ചു എന്നായിരുന്നു ആദ്യ കഥ. ഇപ്പോഴും പെർമനൻ്റ് ആവാത്തൊരു സാധാ സ്കൂൾ ടീച്ചർ അവളെന്ന് പലർക്കും അറിയില്ല. എനിക്ക് പൈസ തരാനുള്ളവരുടെ മുന്നിൽ പോലും ഞാനിപ്പോൾ കള്ളനാ. പിന്നെ നിന്റെ പോലെ കാലമുണ്ടാക്കിയതല്ല ഇതൊന്നും. എല്ലാം എൻ്റെ പിടിപ്പുകേടാ, എൻ്റെ മാത്രം തെറ്റാ. പക്ഷേ എല്ലാം അറിഞ്ഞൊന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ജാതകത്തിൽ എനിക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടകാലം തുടങ്ങിയപ്പോൾ ഏത് ജോത്സ്യൻ്റെ ബോർഡ് കണ്ടാലും ഞാനൊന്ന് കയറും. നാഡീ ജ്യോതിഷം നോക്കാൻ കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ട്. ഇപ്പതേ തലക്കുറി പോക്കറ്റിലിട്ടിട്ടാണ് നടപ്പ്. 34 കഴിഞ്ഞാലേ എൻ്റെ കഷ്ടകാലം മാറുള്ളൂ. അത്രേ. ഇനി എന്താ പരിപാടി? പ്രസ്സിൽ തുടരുന്നുണ്ടോ? ഏയ്, പ്രസ് എൻ്റെ അല്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞാ ഇപ്പം നടക്കണത്. കച്ചവടവും നടന്നിട്ടില്ല. എറണാകുളത്ത് ഒരു ചെറിയ ജോലി ശരിയാക്കിയിട്ടുണ്ട്. വകയിലൊരു ചേട്ടൻ വഴിയാ ഒരു സായാഹ്ന പത്രത്തിൽ കുറച്ച് എഴുത്തും വായനയൊക്കെ ഉണ്ട്. പിന്നെ ആത്മവിശ്വാസം. എല്ലാം ശരിയാക്കണം. ശരിയാക്കിയേ പറ്റൂ. നമുക്ക് നോക്കാം ചേട്ടാ. അപ്പോ നാളെ 8:30 ഞാൻ ഇവിടെ വരാം. ശരി. സത്യത്തിൽ എനിക്ക് കടക്കാരൊക്കെ പേടി സുധീഷ് ഒത്തുള്ളി വണ്ടിയോട്ടോ. സ്കൂളിലെ പലരും ചോദിച്ചു തുടങ്ങി എന്തിനാ അവന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതെന്ന്. അവന്റെ പുറകെ പലരും ഉണ്ട്. തല്ലുകൊള്ളുമ്പോ പേടില്ലേ? അതാ എന്റെ പേടി. എനിക്ക് ലക്ഷങ്ങൾ കടം വന്നപ്പോഴേ ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നില്ലല്ലോ. 4 ദിവസമായി അവൻ എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ പേരിൽ 2 തല്ലു കൊള്ളാണി കൊള്ളട്ടെ. അതിന്റെ ഒരു കുറവ് എനിക്കുണ്ട്. വേണ്ടാത്ത ഒന്നും പറയണ്ട. പോയിട്ടെന്തായി? വെള്ളിയാഴ്ച കൊടുക്കാൻ പറ്റുമോ? നാളെ ഒരു ടീം വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആധാരം കൊടുക്കണം. അതിന് ചേട്ടൻ സമ്മതിക്കണ്ടേ? ചേട്ടന് സമ്മത. എന്ത് വേണമെങ്കിലും ആയിക്കോളാനാ ചേട്ടൻ പറയണത്. ചേട്ടനോടും അമ്മയോടും കടക്കാർ കാശ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അമ്മ എന്തു പറഞ്ഞു? അമ്മയുടെ കാര്യം കഷ്ട. കുറേ സങ്കടം പറഞ്ഞു. ഞാനവിടെ ഇരിക്കുമ്പോൾ ആ രവിയേട്ടൻ വന്നിരുന്നു. നിന്റെ കിഡ്നി ഇങ്ങ് തന്നേക്ക്, അത് വിട്ട് ഞാൻ കാശെടുത്തോളാം. അമ്മ കേട്ടിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിലേക്ക് ചെന്നു. അമ്മ അടക്കി പിടിച്ച് കരയെ. ഞാൻ കാണാത്ത പോലെ ഇങ്ങോട്ട് പോന്നു. വല്ലതും കഴിച്ചോ? അമ്മാമ്മയുടെ അടുത്ത് പോയിരുന്നു. കുറേ നേരം അടുത്ത് പിടിച്ചിരുത്തി. പോരാൻ നേരത്ത് 100 രൂപ എടുത്തു തന്നു. വേണ്ടാന്ന് പറഞ്ഞതാ, സമ്മതിച്ചില്ല. മരുന്നിന് കാശുണ്ടോടാന്ന് നമ്മളോട് ചോദിച്ചിരുന്ന അമ്മാമ്മയാ. പാവം. എൻ്റെ അമ്മ വിളിച്ചിരുന്നു. കുറേ വഴക്ക് പറഞ്ഞു. ഇന്ന് ഇഞ്ചക്ഷൻ്റെ ദിവസമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയ ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. ഞാനതങ്ങോട്ട് മറന്നു. അനു, തൽക്കാലം ഒന്നും വേണ്ട. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരാൾ കൂടി വേണ്ടെന്നായിരിക്കും വിധി.
ഞാനൊരു ചായ എടുക്കാം. സുധീഷേ, ഞാൻ ചെയ്യടാ. ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഈ സങ്കടങ്ങൾക്കിടയിൽ ഇതൊരു ആശ്വാസമാവും. ഞാനിപ്പോ വരാം. ഈ പാൻസ് ഒന്ന് മാറിയാൽ മതി. വണ്ടി എടുക്കുന്നില്ല, പെട്രോള് കുറവാ. ശരി ശരി. സുധീഷ വിളിച്ചത്, ഒരാളെ കാണണം. ബാക്കി ഒപ്പിക്കണ്ടേ? ഞാൻ വരാൻ അല്പം വൈകും. ഈ രാത്രിയിൽ ഇനി പോണോ? നീ കിടന്നോ. ഇതെന്താ കയ്യിൽ എടുത്തിട്ട് പോണേ? ചേട്ടാ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയിട്ട് വരാം. അതാ നല്ലത്, എന്നെ കാണണ്ട. എന്താടാ എന്തിവിടുന്ന് പരുങ്ങുന്നത്? സാറിനെ കാണാൻ വന്നത്. ഇവിടുത്തെ ചെന്ന് പണി തീർക്കടാ. ചേട്ടാ, ഇതൊക്കെ ഒട്ടിച്ച് വല്ല പരിചയമുണ്ടോ? നാട്ടിലെ കലാപരിപാടികൾക്ക് കുറെ ഒട്ടിച്ചിട്ടുള്ളതാ. കാശിന് വേണ്ടിയിട്ടല്ലെന്നേ ഉള്ളൂ. 1000 രൂപ കിട്ടും, 200 രൂപ അഡ്വാൻസ്. ബാക്കി ഞാൻ വാങ്ങിത്തരാം. അല്ല, എങ്ങനെ പോവും? ഇനി വണ്ടി എടുക്കാൻ ചെന്നാ അവളുടെ മുമ്പിൽ പെടും. നമുക്കൊരു സൈക്കിൾ എടുക്കാം. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അല്ലെങ്കിൽ ഞാനും കൂടിയനെ. തലയിലൊരു തോർത്ത് കെട്ടിക്കോ, ആരും കാണണ്ട. മോനെ, കുറച്ച് പശ തരൂ. തട്ടി മറിഞ്ഞു പോയതാ. ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചേട്ടാ, പശ ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞു. കുറച്ച് മതി മോനെ. ഞങ്ങൾക്ക് പോലും തികയില്ല ഏട്ടാ. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ചോദിച്ചു നോക്കൂ. ചേട്ടാ, കുറച്ച് മൈദയും ചൂടുവെള്ളം. മൈദ പശയ്ക്ക് അകത്താകുമ്പോ അതിനോട് പറഞ്ഞാൽ മതി. ഓ, തന്നെ സൈക്കിൾ കൊണ്ടുപോകണ്ടോ? ആരും തന്നെ സൈക്കിൾ കൊണ്ടുപോകണം. എന്റെ സൈക്കിൾ ഇതാരെങ്ങനെ ചെയ്തേ? സുധീഷേ, എടാ, ഒരു അബദ്ധം പറ്റി.
ഈ പോസ്റ്ററൊക്കെ ആരോ കീറിക്കളഞ്ഞു. എടാ, പശ തട്ടി താഴെ വീണു. ഞാനത് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാ. എന്റെ സൈക്കിൾ വരെ മോഷ്ടിച്ചോണ്ട് പോയി. ആ, നീ ഇതുവരെ കിടന്നില്ലേ? ഈ രാത്രിയിൽ ആരെ കാണാൻ പോയതാ? അത് ഒരു ഗൾഫുകാരനെ. ഓ, നടക്കില്ല. അയാൾ പറഞ്ഞു എൻ്റെ വീരകഥകൾ. അല്ല, നീ എന്തായി എഴുതണേ? വെക്കേഷൻ ക്ലാസ് തുടങ്ങിയല്ലോ. നാളെ പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ട്. ഓമന ടീച്ചർ എന്നോട് സ്വാഗതം പറയാൻ പറഞ്ഞു. ഒരു ചെറിയ മീറ്റിംഗിന്റെ സ്വാഗത പ്രസംഗത്തിന് എഴുതി തയ്യാറാക്കണോ? എന്തിനും ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലേ? ജീവിതത്തിന്റെ തയ്യാറെടുപ്പ് മാത്രം തെറ്റി അല്ലേ? ആ, നീ ആ വാതിലടച്ചോ. ഡാ, നീ ആ മാനേജറെ വിളിച്ചോ? ഓ, രാവിലെ മറന്നു. ഇന്നലെ രാത്രി അയാൾ വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല. ഒന്ന് വിളിച്ചേക്കാം. വിളിക്ക്. ഹലോ സാറേ. എന്താടോ, ഓക്കേ അല്ലേ? അത് ശരിയായില്ല. ശരിയായില്ലേ? എന്തു പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടിനെയാ. ഒട്ടിക്കുന്നതിനിടയിൽ അതാരോ കീറിക്കളഞ്ഞു. താൻ എന്തായി പറയണത്? കീറിക്കളഞ്ഞു? പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഏറ്റത്? ഹലോ, ചൂടില്ല. നേരെ കാണുമ്പോൾ ബാക്കി കിട്ടും. ചേട്ടൻ കയറ്, നമുക്ക് പോവാം. അനു. ഓ, ഇതും അയാളാണല്ലോ. നീ എടുക്ക്, നമ്മുടെ ഭാഗത്തും തെറ്റില്ലേ? ഹലോ സാറേ. ബാങ്കിന്റെ അടുത്ത് ആ പോസ്റ്റർ വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അത് പോട്ടെ, വേറെ വഴി കണ്ടേ പറ്റൂ. എന്താ സാർ? നീ അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് വാ. ഇന്നത്തെ ലോക്കർ ചെക്കിംഗ് നടക്കരുത്. സാർ, ഞാൻ വേറെ തിരക്കില്ല. എന്ത് തിരക്ക്? നീ ആ പോസ്റ്റർ ഇട്ടിട്ട് നീ വല്ല കുഴപ്പമുണ്ടോ? നീ വരും, വന്നേ പറ്റൂ. ആ, ശരി. ഞാൻ പറഞ്ഞല്ലേ ഫോൺ എടുക്കണ്ടെന്ന്. അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ചെല്ലാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനൊന്ന് പോയിട്ട് വരാം. നമുക്ക് ഓഫീസ് ടൈം എപ്പോഴെങ്കിലും ചെന്നാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ഒരു 11:30 ആകുമ്പോൾ ചെറാ ജംഗ്ഷനിലോട്ട് വാ. എടാ, ഞാനും വരാടാ. നമുക്ക് ബാങ്കിലെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിക്കാലോ. അത് വേണ്ട, അത് വേണ്ട. ബാങ്കിൽ ഇനി എന്ത് പരിപാടിക്കാണോ വിളിക്കുന്നത്? ചേട്ടൻ വരണ്ട, ഞാൻ പോയിട്ട് വരാം. ശരി. എന്താ, എന്തു പറ്റി? പോയില്ലേ? അവൻ എന്തോ തിരക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ചെറായിൽ വെച്ച് കാണാന്ന്. അപ്പൊ ഇന്ന് തന്നെ ഒന്ന് സ്കൂളിലാക്കാലോ. ഇന്നൊരല്പം നേരത്തെ എത്തണം. ആയിക്കോട്ടെ. പിന്നെ വൈകിട്ടൊരു ഇത്തിരി നേരത്തെ വരണം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ? ഓ, മെയ് 19. സഖാവ് നായനാരുടെ ചരമവാർഷികം അല്ലേ? അല്ല, എന്റെ ഒരു ദരിദ്ര സഖാവ് ജനിച്ച ദിവസം കൂടിയാ. പിന്നെ എന്താ? ഒരു 100 രൂപ ഞാൻ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. കണ്ട ജോത്സ്യന്മാർക്കൊന്നും കൊടുത്തേക്കരുത്. പെട്രോളും ഭക്ഷണവും. ശരി. അകത്തേക്ക് പോന്നോളൂ. കരേശന്റെ ഉദയത്തിലാണല്ലോ ഇദ്ദേഹത്തിന്റെ വരവ്. മനസ്സിലായില്ല. ഗുളികോദയത്തിന് സമാനം. തലക്കുറി ഇദ്ദേഹത്തിന് തന്നെയല്ലേ? അല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. അപ്പോ തുറന്നു പറയാം. ശ്രീനാഥ്, തിരുവോണം 30 വയസ്സ്.
8-ാം ഭാവാധിപന്റെ ദശയിൽ 6-ാം ഭാവാധിപന്റെ അപഹാരം. എന്നുവെച്ചാ മരണം സുനിശ്ചിതം. പ്രശ്നവശാലും സമയത്തെങ്കിലും ഈ ജാതകക്കാരൻ 10 മണി തികക്കില്ല. കർമ്മദൈവത്തെങ്കിൽ പ്രീതി വരുത്തുക, അത് തന്നെയാ പരിഹാരം. ഏതെങ്കിലും ശിവക്ഷേത്രത്തിലേക്ക് പോവുക. അകലെ കനലരിയും വെയിൽ മേഘങ്ങൾ കരികെ അരികെ. അയ്യോ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്തേ. എന്താടാ എന്താ പ്രശ്നം? ചേട്ടനാ ബാഗിലും താഴത്തൊക്കെ ഒന്ന് നോക്കാം, അവിടെ ഒരിടത്തും ഉണ്ടാവും. ഇവിടെ ഒന്നും കാണുന്നത് ഞാൻ നോക്കിയതാ. ഒരു 13,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാ. സമാധാനിക്കടോ. ആരെങ്കിലും അത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരും കാണാത്തത് വണ്ടിയിൽ വെച്ചാൽ മതി. വെറുതെ സമയം കളഞ്ഞാൽ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അതിന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ട ആവശ്യം. ചേട്ടൻ കണ്ടുപിടിച്ചോട്. അല്ല പിന്നെ എന്തിനാണ് പോലീസ്? നമുക്ക് ശരിയാക്കാം. അതൊന്നും വേണ്ടാന്ന് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അതെ അതാ ശരി. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്. ഹലോ, എല്ലാവരും ചെക്ക് ചെയ്തതിനു ശേഷം പോയാൽ മതി. മിസ്റ്റർ, ഞാനൊരു ബാങ്കിന്റെ മാനേജറാ. ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ കണ്ടൊരു പോക്കറ്റ് അടിക്കാരനാന്ന് തോന്നുന്നു. നിറവേഷം കണ്ടിട്ട് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമോ? സ്റ്റേഷനിൽ പോയിട്ട് നീ പോടാ, എനിക്ക് പോകാം. എങ്ങോട്ടേ പോണേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതെ, അത് താൻ മാത്രം പറഞ്ഞാൽ മതിയാ. ഞാൻ കൂടെ ഒക്കെ തോന്നണ്ടേ? ഒന്ന് സമ്മതിച്ചേ, ടയർ പഞ്ചറാണെങ്കിൽ ആൾക്കാരെ ഇറക്കാണ്ട് വണ്ടി പോകൂല. അയാളെ വിടരുത്. അയാളെ എന്നല്ല, ഒരാളെ വിടരുത്. കണ്ട ഇതുപോലെ തല്ല് കിട്ടും. നിന്റെ പരുങ്ങല് കണ്ടാൽ അറിയാം നീ ആ പണി ഒപ്പിച്ചെന്ന്. വേഗം തന്നോ പേഴ്സ്. ഏയ്, ഞാൻ എടുത്തിട്ടില്ല. എന്നാ പിന്നെ പോലീസുകാരെ തല്ലുള്ളല്ലേ? ഞാൻ എടുത്തിട്ടില്ല. നീ എന്തിനാ കരയണേ? കരയണ്ട. നീ പേഴ്സ് എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ കരയണേ? എനിക്ക് അച്ഛനെ കാണണം. ഇന്നലെ ഞാനും അച്ഛനെ തല്ലി പിടിച്ചു. അച്ഛൻ എന്നെ തല്ലി. രാത്രി ഒന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ പാവ. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അച്ഛനെ കാണണം.
അച്ഛൻ്റെ നമ്പർ അറിയോ? അറിയാം. നിന്റെ അച്ഛൻ്റെ പേരെന്താ? സാജൻ. ഹലോ, സാജൻ ചേട്ടനല്ലേ? ഞങ്ങളിവിടെ ബീച്ച് റോഡിലുണ്ട്. വേഗം വരൂ. ബസ് വഴിയിൽ കിടക്കുക. ബസ് വിട്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി നിന്നോളാം. ശരി. അച്ഛൻ മോനെ എന്തിനാ തല്ലേ? അതെ, പേഴ്സ് കിട്ടിട്ടാ. അയാളെ തല്ലല്ലേ, പേഴ്സ് ഇവിടെ കിട്ടിയെന്നേ. ആദ്യം തനിക്കിട്ട 2 തരണ്ട്. ആ പാവ മനുഷ്യനെ വെറുതെ തല്ലു വിളിച്ചു ഇല്ലടോ. തല്ലല്ലടോ. എന്താടാ? എന്തായാലും എന്താണ് നല്ല വർത്താനത്തിന്റെയാണ്. നിനക്കൊരെണ്ണത്തിന് കുറവുണ്ടെന്ന്. അതെ, വണ്ടി പഞ്ചറാണ്, പോവില്ലട്ടോ. എല്ലാരും ഇറങ്ങിക്കോ. വണ്ടി പോകില്ലാട്ടോ. ഇറങ്ങ് ചേച്ചി, ഇറങ്ങ്. അടുത്ത സ്റ്റോപ്പ് വലിയ ഉപകാരം കിട്ടാ. നോക്കിക്കല്ലേട്ടാ, ഇറങ്ങിയേട്ടാ. അതെ, എന്താണ്? ഫോൺ പോയോ? ഒരുത്തന്റെ പേഴ്സ് പോയി എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇപ്പൊ വഴി കിടക്കണത്. ഒരു പണി ചെയ്, അകത്ത് കേറി നോക്ക്. അവിടെ വല്ലയിടത്തും താഴെ തന്നെ കിടപ്പുണ്ടോ? ചെല്ലേ. എന്തൊരു കഷ്ടം നോക്കി. ബാക്കിയുള്ളവർ ഇറങ്ങ്. എടോ, ഞാൻ കറക്റ്റ് ടൈമിന് അവിടെ ഉണ്ടാവും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഹലോ, ഇറങ്ങ്. ചെവിയേക്കൂലേ? ഇറങ്ങിങ്ങനെ.
നീ എന്തായി കാണിച്ചത്? സോറി അച്ഛ, അച്ഛൻ തല്ലിയപ്പോ എനിക്ക് സങ്കടമായി. അച്ഛ, ആ ചേട്ടന് നല്ല മുഖപരിചയം. ആണോ? അതിരിക്കട്ടെ, നീ എന്തിനാ പറയാതെ പോകുന്നത്? സോറി അച്ഛ. പോട്ടെ ഏട്ടാ. അതെ, ആരെങ്കിലും പുറകെ കയറി പോവായിരുന്നില്ലേ? നമുക്കൊന്നും ധൃതിയില്ല ഏട്ടാ. ബൈ, സഹായിക്കണ. അനു, ശ്രീ നീ എവിടെയാ? എത്ര നേരമായി വിളിക്കുന്നു? എന്താ കാര്യം? കുറെ കോള് കണ്ടല്ലോ. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താ? ശ്രീ എവിടെയാ? അത്യാവശ്യമായതുകൊണ്ടല്ലേ വിളിക്കുന്നേ? നീ കാര്യം പറ. നിന്റെ മീറ്റിംഗ് എന്തായി? ഞാൻ വേഗം പോന്നു. നല്ല സുഖം തോന്നിയില്ല, ഒരു തലചുറ്റല്. വിളിച്ചത് വേറെ കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ? നമ്മുടെ സുധീഷിനെ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്നു. എനിക്കാകെ പേടിയാവുന്നു. നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വന്നേ. ആ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്ന മൊത്തം ബ്ലോക്കാ. എന്താ ഒന്നും മിണ്ടാത്തെ? പിന്നെ ആ ബ്രോക്കർ സുധാകരൻ വന്നൊരു 35,000 രൂപ തന്നിട്ടുണ്ട്. ശ്രീ മുമ്പെങ്ങോ കാണിച്ച സ്ഥലം കച്ചവടമായി, അതിന്റെ കമ്മീഷൻ അത്രേ. ശ്രീ പിന്നൊരു വിശേഷം കൂടിയുണ്ട്, വേഗം വാ. വന്നിട്ട് പറയാം. പ്രശ്നവശാലും സമയത്തെങ്കിലും ഈ ജാതക